വരുന്നു. കണ്ണൂർ കൊട്ടിയൂർ പന്നിയാമലയിൽ കമ്പിവേലിയിൽ കുടുങ്ങിയതിനെ തുടർന്ന് മയക്ക് വെടിവെച്ച് പിടികൂടിയ ആ കടുവ ചത്തുപോയി. തൃശ്ശൂരിലെ മൃഗശാലയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ കോഴിക്കോട് വെച്ചാണ് കടുവ ചത്തത്. കമ്പിവേലിയിൽ കുടുങ്ങി കടുവയ്ക്ക് വല്ലാതെ പരിക്കേറ്റിരുന്നുവെന്നും ഞങ്ങളുടെ തൃശ്ശൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. സൂരജ് സജി തത്സമയം ഈ മോർണിംഗ് ഷോയിൽ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സൂരജ് സജി, പറയൂ വിശദാംശങ്ങൾ. ഇന്നലെയാണ് ഈ വേലിയിൽ കുടുങ്ങിയ കടുവയെ അവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് രക്ഷിച്ച് തൃശ്ശൂരിലേക്ക് മാറ്റുന്നതിനുള്ള നടപടി. തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്നതിനിടയിൽ കോഴിക്കോട് വെച്ച് കടുവ ചത്തു എന്നുള്ളതാണ് വനംവകുപ്പ് ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നത്. രാത്രിയോടുകൂടി തൃശ്ശൂരിലെ മൃഗശാലയിലേക്ക് കടുവയെ മാറ്റാനുള്ള നടപടികൾ ആരംഭിക്കുന്നു. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ മൃഗശാലയിൽ വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. കടുവയ്ക്ക് പാർക്കുന്നതിനുള്ള ഈ കൂടും അതോടൊപ്പം തന്നെ വെറ്റിനറി ഡോക്ടർമാരെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിനുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കോഴിക്കോട് വെച്ച് ഈ കടുവ ചാകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയി. വനംവകുപ്പ് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: ഏറെ നേരം ഈ വേലിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കടുവ. അതേ തുടർന്ന് അവശ്യ നിലയിലേക്കാകുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ നേരത്തെയും ഈ വയനാട്ടിൽ നിന്നും ഈ കടുവകളെ പിടികൂടി പുത്തൂരിൽ എത്തിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. കാരണം വലിയ ഭയപ്പാട് ഈ കൂട്ടിൽ നിന്ന് പുറത്തിറക്കുന്ന സമയത്ത് കടുവകൾ പ്രകടിപ്പിക്കാറുണ്ട്. കൂട് വെച്ച് പിടിക്കുന്ന കടുവകൾ പോലും അത്തരത്തിൽ വലിയ ഭയപ്പാട് പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കടുവയെ സംബന്ധിച്ച് വേലിയിൽ ഏറെ നേരം അതോടൊപ്പം തന്നെ അവിടെ നിന്ന് ഇത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന എല്ലാം തന്നെ വലിയ അവശതകൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ദൂരം മാറ്റത്തിൽ ഒരു ആശങ്ക ഉണ്ടായിരുന്നത്. പക്ഷേ ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് തൃശ്ശൂരിലേക്ക് മാറ്റാനുള്ള നടപടി ആരംഭിച്ചത് എന്നും വനംവകുപ്പ് പറയുന്നു. ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഈ കടുവയുടെ ഉളിപ്പല്ലിന് മാത്രമാണ് ഈ തകരാറുള്ളതായി കണ്ടെത്തിയിരുന്നു. പക്ഷേ പുറമെ മുറിവുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ പ്രകടമായിരുന്നില്ല എന്നും വനംവകുപ്പ് പറയുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മാറ്റാം എന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ യാത്രാമധ്യേ വെച്ച് ഈ കടുവ ചാകുന്നു. അത് അതിനുണ്ടായ ശാരീരിക പ്രശ്നങ്ങൾ, അതായത് വല്ല ഹൃദയസ്തംഭനവും മറ്റും ഉണ്ടായതാകാം എന്ന നിഗമനത്തിൽ വനംവകുപ്പുള്ളത്. എന്തായാലും ഇത് അറിയുന്നതിന് വേണ്ട വിശദമായ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് അല്പസമയത്തിനകം വനംവകുപ്പ് കടക്കും. എന്ത് കാരണം കൊണ്ടാണ് കടുവ ചത്തത് എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും തൃശ്ശൂരിലേക്ക് എത്തിക്കാനായില്ല. അതിനിടയിൽ കോഴിക്കോട് വെച്ച് കടുവ മരണപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും എന്നുള്ളതാണ് വനംവകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഓക്കെ സൂരജ് സജി, അതിന്റെ അപ്ഡേറ്റ്സുമായി സൂരജ് എപ്പോഴും തയ്യാറായിരിക്കുക. മോർണിംഗ് ഷോയിൽ വീണ്ടും ചിലപ്പോൾ ചേരേണ്ടി വരും.